ബേസിക് ഇലക്ട്രിസിറ്റിയുടെ നെക്സ്റ്റ് ക്ലാസ് ആണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓംസ് ലോ എന്താണെന്ന് നോക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദി കറണ്ട് ഫ്ലോ ഇൻ എനി ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. അപ്പോൾ ഓംസ് ലോ പറയുന്ന കണ്ടീഷൻ എന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ദി കറണ്ട് ഫ്ലോ ഇൻ എനി ക്ലോസ്ഡ് സർക്യൂട്ട്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇക്വേഷൻ നോക്കി, I ഈസ് ഈക്വൽ ടു V/R. ഇതിൽ I എന്ന് പറയുന്ന കറണ്ടാണ്, V എന്ന് പറയുന്ന വോൾട്ടേജ്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്. I അതായത് കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടും, കറണ്ട് കുറയുമ്പോൾ വോൾട്ടേജ് കുറയും. I ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V. കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. കറണ്ട് I ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. കറണ്ട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. ഓക്കെ, ഈ ഇക്വേഷനെ തന്നെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ V ഈസ് ഈക്വൽ ടു IR എന്നെഴുതിക്കൂടെ, അല്ലെങ്കിൽ R ഈസ് ഈക്വൽ ടു V/I എന്ന് എഴുതിക്കൂടെ. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ പെട്ടെന്ന് ഓർത്തിരിക്കാൻ V ഈസ് ഈക്വൽ ടു IR ഈസ് ബെറ്റർ. അപ്പോൾ നമുക്ക് ഈ ഓംസ് ലോയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ലാമ്പ് ഓഫ് 220 വോൾട്ട് ആൻഡ് ദി റെസിസ്റ്റൻസ് ഓഫ് ഇറ്റ്സ് ഫിലമെൻറ്റ് ഈസ് 150 ohm. കാൽക്കുലേറ്റ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ലാമ്പ് ഇൻ ആംബിയർ. ഓക്കെ, നമുക്ക് എത്ര വോൾട്ട് എന്ന് പറയുന്നുണ്ട്? V എന്ന് പറയുന്നത് 220 വോൾട്ടും തന്നിട്ടുണ്ട്. ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദി ഫിലമെൻ്റ് എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് 150 ohm എന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ലാമ്പ് ഇൻ സർക്യൂട്ട്. കറണ്ട് I ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ ആംബിയർ. നമുക്കറിയാം ഓംസ് ലോ നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി I എന്ന് പറയുന്നത് എന്താണ്? V/R ആണെന്ന് നമുക്കറിയാം, ശരിയല്ലേ? ഇതിൽ I ഈസ് ഈക്വൽ ടു V നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 220. R എത്രയാണ്? 150. 220 ഡിവൈഡഡ് ബൈ 150 ചെയ്താൽ പോരെ? നമുക്ക് നോക്കാം. 220 ഡിവൈഡഡ് ബൈ 150 എത്ര വന്നു? 1.46 ആംബിയർ എന്ന് വന്നു, ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിക്വയർഡ് ടു പാസ് എ കറണ്ട് 0.2 ആംബിയർ ഇൻ എ വയർ ഓഫ് റെസിസ്റ്റൻസ് 20 ohm. ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിക്വയർഡ് ടു പാസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിക്വയർഡ് ടു പാസ് എന്തിനെ പാസ് ചെയ്യാൻ? എ കറണ്ട് ഓഫ് 0.2 ആംബിയർ. കറണ്ട് I നമുക്ക് തന്നിട്ടുണ്ട് 0.2 ആംബിയർ, ശരിയല്ലേ? ഇൻ എ വയർ ഓഫ് റെസിസ്റ്റൻസ് 20 ohm. അപ്പോൾ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 20 ohm. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, അതായത് വോൾട്ടേജ് ആണ് ചോദിച്ചിട്ടുള്ളത്, ശരിയല്ലേ? നമുക്കറിയാം കൂടെ V ഈസ് ഈക്വൽ ടു IR അല്ലേ? ഈ ഇക്വേഷൻ നോക്കിയേ, I ഈസ് ഈക്വൽ ടു V/R. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്താണ്? I ഇൻറ്റു R, IR ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു V, അതായത് V ഈസ് ഈക്വൽ ടു IR, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നോക്കാം. കറണ്ട് എത്രയാണ്? 0.2 ആംബിയർ, റെസിസ്റ്റൻസ് 20. 0.2 ഇൻറ്റു 20 ചെയ്താൽ പോരെ? 0.2 ഇൻറ്റു 20 എത്ര വന്നു? 4 എന്ന് വന്നു. 4 വോൾട്ട് എന്ന് പറഞ്ഞു വന്നു. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എ ബൾബ് ടേക്സ് എ കറണ്ട് ഓഫ് 0.2 ആംബിയർ at a voltage of 3.6 volt. Determine the resistance of the filament of the bulb to find R. Okay. Bulb takes a current of 0.2 ampere. അപ്പോൾ I എന്ന് പറയുന്നത് 0.2 ആംബിയർ എന്ന് തന്നിട്ടുണ്ട്. അറ്റ് എ വോൾട്ടേജ് ഓഫ് 3.6 വോൾട്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട് 3.6 വോൾട്ട്. ഡിറ്റർമിൻ ദി റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം എന്താണ്? V ഈസ് ഈക്വൽ ടു IR, ഈ ഇക്വേഷൻ അറിയാം. അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു V/R എന്ന് നമുക്കറിയാം. നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. I ഇൻറ്റു R ഈസ് ഈക്വൽ ടു V.
അതായത് വി ഈസ് ഈക്വൽ ടു ഐ ആർ. നമുക്ക് വേണ്ടത് ആർ അല്ലേ? ആർ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ. ശരിയാണേ? അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു വി എത്രയാണ്? 3.6 ഡിവൈഡഡ് ബൈ ഐ എത്രയാണ്? 0.2. 3.6 ഡിവൈഡഡ് ബൈ 0.2 എത്ര വന്ന്? 18 ഓം എന്ന് പറഞ്ഞു. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓമാണ് അല്ലേ? അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതിയത് ഞാൻ 1-2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറ്റിയിടുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാണ്. മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ് കണക്ഷൻ നോക്കാം. 2 ടൈപ്പ് കണക്ഷൻസ് ആണ് ഉള്ളത്, സീരീസ് കണക്ഷനും പാരലൽ കണക്ഷൻ. അതിൽ സീരീസ് കണക്ഷൻ നമുക്ക് നോക്കാം. ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഓൾ ദി റെസിസ്റ്റൻസ്. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in a series connection the end of the first resistance is connected to the beginning of the second resistance. ഒന്നാമത്തെ റെസിസ്റ്റൻസ് ഇതാണ്, രണ്ടാമത്തെ റെസിസ്റ്റൻസ് ഇതാണ്, മൂന്നാമത്തെ റെസിസ്റ്റൻസ് ആണ്. എൻഡ് ഓഫ് ദി ഫസ്റ്റ് റെസിസ്റ്റൻസിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഇതാണ്, അത് കണക്റ്റഡ് ടു ദി ബിഗിനിങ് ഓഫ് ദി സെക്കൻഡ് റെസിസ്റ്റർ. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പോയേക്കാണ്. അത് ചെയിനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തേക്കാണ്. സീരീസ് ആയിരുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ പിറകിലേക്ക് അടുത്തതിൻ്റെ ഫ്രണ്ട് കണക്ട് ചെയ്ത് അങ്ങ് പോയേക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാ റെസിസ്റ്റൻസും കൂടെ കൂട്ടുന്നതാണ്. ഫീച്ചേഴ്സ് ഓഫ് ദി സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദി സെയിം കറണ്ട് ഫ്ലോസ് ത്രൂ ഓൾ ദി റെസിസ്റ്റൻസ്. അപ്പോൾ സീരീസ് കണക്ഷനിൽ കൊടുക്കുമ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ഫീച്ചേഴ്സാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സീരീസ് കണക്ഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ റെസിസ്റ്റൻസിലൂടെയും കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. ദി സെയിം കറണ്ട് ഫ്ലോസ് ത്രൂ ഓൾ ദി റെസിസ്റ്റൻസ്. ദി വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. അപ്പോൾ നമുക്ക് സപ്ലൈ വോൾട്ടേജ് ഉണ്ട്. ഓരോ റെസിസ്റ്റൻസിലൂടെയും കടന്നു പോകുന്ന സീരീസ് ആയിട്ട് കൊടുക്കുമ്പോഴുള്ള സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോന്നാണ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ ഓരോ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതുവഴി വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ കുറേ വോൾട്ടേജ് ഇവിടെ പോവും, അതിന് ശേഷം മാത്രമേ ആ ഡ്രോപ്പ് ആയ വോൾട്ടേജ് ഇവിടെ വരും. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ദി സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ്, ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് കിട്ടും. ശരിയല്ലേ? 230 വോൾട്ടേജാണ് നമ്മൾ സപ്ലൈ വോൾട്ടേജ് എങ്കിൽ ഇവിടെ 100 ഇവിടെ ബാക്കി 100ൻ്റെ ബാക്കിയായി. ഓക്കെ, അങ്ങനെ ഇവിടെ ബാക്കിയായി. ഈ ഡ്രോപ്പുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ 230 കിട്ടും എന്നാണ് പറയുന്നത്. ദി സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്സ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദി അപ്ലൈഡ് വോൾട്ടേജ്. ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഓൾ ദി റെസിസ്റ്റൻസ്. ശരിയാണ്. നമ്മൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് I1-ലും I2-ലും I3-ലും എല്ലായിടത്തും എല്ലാ റെസിസ്റ്റൻസിലും സീരീസ് കണക്ഷൻ ആണെങ്കിൽ കറണ്ട് എല്ലായിടത്തും സെയിം ആയിരിക്കും. ശരിയാണേ? വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്റൻസിലും ഓരോന്നായിരിക്കും. വി എന്ന് പറയുന്നത്, അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ V1 + V2 + V3 എത്ര റെസിസ്റ്റൻസ് ഉണ്ട് അത്രയും ചെയ്യുക. സീരീസ് കണക്ഷനിലാണ്, ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ സീരീസ് കണക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? R = R1 + R2 + R3. വളരെ സിമ്പിളായിട്ട് നമ്മൾ എല്ലാ റെസിസ്റ്റൻസും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. സീരീസ് കണക്ഷനിലാണ്. നെക്സ്റ്റ് നമുക്ക് പാരലൽ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ എ പാരലൽ കണക്ഷൻ ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ് ഓഫ് ദി റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ടുഗദർ. എല്ലാ റെസിസ്റ്റൻസിൻ്റെയും ബിഗിനിങ്ങും അതിൻ്റെ എൻഡും കൂടെ എന്ത് ചെയ്യാണ്? R1-ൻ്റെ ബിഗിനിങ്, R2-ൻ്റെ ബിഗിനിങ്, R3-യുടെ ബിഗിനിങ് എല്ലാം കൂടെ ഒരു കണക്ഷൻ. അതുപോലെ R1-ൻ്റെ എൻഡിങ്, R2-ൻ്റെ എൻഡിങ്, R3-യുടെ എൻഡിങ് എല്ലാം കൂടെ ഒരു കണക്ഷൻ. അങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ശരിയല്ലേ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന 1-2 ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കണം. ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റെസിസ്റ്റൻസ് ഓഫ് ദി കറണ്ട്. ഓരോ റെസിസ്റ്റൻസിലൂടെയും കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്ന അതാത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സീരീസ് കണക്ഷനിൽ എല്ലാ റെസിസ്റ്റൻസിലും കറണ്ട് സെയിം ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ റെസിസ്റ്റൻസിലും സെയിം ആയിട്ട് വരുന്ന സാധനം എന്താണ്? വോൾട്ടേജ് ആണ്. വോൾട്ടേജ് എല്ലാ റെസിസ്റ്റൻസിലും പാരലൽ കണക്ഷൻ സെയിം ആണ്. എങ്കിൽ ഓരോ റെസിസ്റ്റൻസിലും ഡിഫറൻ്റ് ആയിട്ട് വരുന്നത് കറണ്ടാണ്. ദി വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ് ഈസ് സെയിം ആൻഡ് ഇൻ ഈക്വൽ ടു ദി വോൾട്ടേജ് അപ്ലൈഡ് ടു ദി സർക്യൂട്ട്. സപ്ലൈ വോൾട്ടേജ് എത്രയാണ് അത് തന്നെയാണ് എല്ലാ റെസിസ്റ്റൻസിലൂടെയും കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ
പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത് എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഹൗസ് ഹോൾഡ് പർപ്പസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ R1 കടന്നുപോയ I1, R2 കടന്നുപോയ I2, R3 കടന്നുപോയ I3 കണ്ടുപിടിച്ച് ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടും. വോൾട്ടേജിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും സെയിം ആണ് ഇൻ പാരലൽ കണക്ഷൻ. In parallel connection, the reciprocal of the total resistance is equal to the sum of the reciprocal of all the resistance in the circuit. അപ്പോൾ പാരലൽ കണക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? റെസിപ്രോക്കൽ ഓഫ് ദി റെസിസ്റ്റൻസ് 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഈ രീതിയിലാണ് നമ്മൾ പാരലൽ കണക്ഷൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വോൾട്ടേജ് എന്ന് പറയുന്ന പാരലൽ കണക്ഷനിൽ V1, V2, V3 എല്ലായിടത്തും സെയിം ആണ്, നമ്മൾ പഠിച്ചു. കറണ്ട് എന്ന് പറയുന്ന ഓരോ റെസിസ്റ്റൻസിലും ഓരോന്നാണ്. അപ്പോൾ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഓരോ റെസിസ്റ്റൻസിലൂടെയും കടന്നുപോയ കറണ്ടുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടും. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ്, റെസിസ്റ്റൻസ് പാരലൽ കണക്ഷനിൽ കണ്ടുപിടിക്കേണ്ടത് 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. അപ്പോൾ നമ്മൾ പഠിച്ച സീരീസ് കണക്ഷൻ്റെയും പാരലൽ കണക്ഷൻ്റെയും ഫുൾ കോൺസെപ്റ്റ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം മനസ്സിലാവും. നമുക്ക് ഈ ക്വസ്റ്റ്യനും ചെയ്തു നോക്കാം. 3 resistors of 3 ohm, 9 ohm and 5 ohm are connected in series. Find their resultant resistance. ഓക്കെ, ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സീരീസ് ആയിട്ടാണ്. ഒരു 3 ohm അല്ലേ, ദെൻ ഒരു 9 ohm, ദെൻ ഒരു 5 ohm. ശരിയല്ലേ? ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എല്ലായിടത്തും സെയിം ആണ്. R1 എന്ന് പറയുന്ന 3 ohm, R2 എന്ന് പറയുന്ന 9 ohm, R3 എന്ന് പറയുന്ന 5 ohm. സീരീസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാം? R1 പ്ലസ് R2 പ്ലസ് R3. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അല്ലേ? 3 പ്ലസ് 9 പ്ലസ് 5 ഇങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ? 3 പ്ലസ് 9 എത്രയാണ്? 12. 12 പ്ലസ് 5 17 ohm. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 റെസിസ്റ്റൻസ് ഓഫ് 4 ohm ആൻഡ് 6 ohm ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഡിറ്റർമിൻ ദി ടോട്ടൽ റെസിസ്റ്റൻസ്. ഇത് പാരലൽ കണക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് നോക്കാം, വരച്ച് നോക്കാം. R1 എന്ന് പറയുന്നത് 4 ohm, R2 എന്ന് പറയുന്നത് 6 ohm. നമ്മളൊരു വോൾട്ടേജിൽ കൊടുത്തു. ഇവിടെ I എന്ന് പറയുന്ന ഒരു കറണ്ട് പോകുന്നുണ്ട്. ഇതിലൂടെ പോകുമ്പോൾ I1ഉം ഇതിലൂടെ പോകുമ്പോൾ I2. ശരിയല്ലേ? വോൾട്ടേജ് എല്ലായിടത്തും സെയിം ആണ്. ഇവിടെ റെസിസ്റ്റൻസ് മാത്രമേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പാരലൽ കണക്ഷൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നാണ്. ശരിയല്ലേ? 1/R1ൻ്റെ വാല്യൂ എത്രയാണ്? 1/4 പ്ലസ് 1/6. ഇതെങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ 2 ഫ്രാക്ഷൻ ആഡ് ചെയ്യാനായിട്ട് സെയിം ഡിനോമിനേറ്റർ ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ശരിയല്ലേ? അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു കിടന്നതെങ്കിൽ നോക്കിയേ, 1/R1 പ്ലസ് 1/R2 എന്നാണ് വരുന്നതെങ്കിൽ 1/R ഈസ് ഈക്വൽ ടു എന്നാണ് വരുന്നതെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ ചെയ്താൽ മതി. R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2. 2 ഫ്രാക്ഷനേ ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് LCM എടുക്കാം. അപ്പോൾ ഈ രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1/R എന്ന് പറയുന്നത് R1 പ്ലസ് R2 6 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 4 24 10/24. 1/R ആണ് 10/24 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് R ആണ്. സോ R ഈസ് ഈക്വൽ ടു 24/10. വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കുക. 2.4 നമ്മൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോകരുത്. 1/R ഈസ് ഈക്വൽ ടു 10/24 ഇതല്ല നമ്മുടെ ആൻസർ. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, R ഈസ് ഈക്വൽ ടു ആക്കുക. ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് LCM യൂസ് ചെയ്യാം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 4ൻ്റെയും 6ൻ്റെയും LCM നമുക്ക് എടുത്ത് നോക്കാം. 4ൻ്റെയും 6ൻ്റെയും LCM 2 കൊണ്ട് നോക്കാം. 2 4 2 ടൈംസ്, 6 3 ടൈംസ്. വീണ്ടും നമുക്ക് 2 കൊണ്ട് നോക്കാം. 1 3 ഇത്രയല്ലേ പറ്റൂ. 2 × 2 4,
4 into 3 12. അപ്പോൾ LCM നമുക്ക് എത്രയെന്ന് കിട്ടി? 12 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളെങ്ങനെ സോൾവ് ചെയ്യും? 12 ഡിനോമിനേറ്ററിൽ കൊടുത്തു. ദെൻ 1/4 into 12 പ്ലസ് 1/6 into 12. 4ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ 3, 6ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ 2. അതായത് 3 + 2 ഡിവൈഡഡ് ബൈ 12 എന്ന് വന്നു. 5 ഡിവൈഡഡ് ബൈ 12. ഈ കിട്ടിയത് 1/r ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ദെയർഫോർ r ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 5 അല്ലേ? നമുക്ക് നോക്കാം 12 ഡിവൈഡഡ് ബൈ 5 എത്ര വരുമെന്ന്. 2.4 Ω. അപ്പോൾ ഞാൻ 2 മെത്തേഡ് ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 2 ഫ്രാക്ഷനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ LCM എടുക്കാൻ നിൽക്കേണ്ട, ഇതുപോലെ ചെയ്യുന്നതാണ് എളുപ്പം. R1 + R2 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2 1/r ആണ്. സോ R എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുക. LCM 2 ഫ്രാക്ഷൻ അല്ലെങ്കിൽ 3 ഫ്രാക്ഷനൊക്കെ വരുന്നെങ്കിൽ നമ്മൾ LCM മെത്തേഡ് നോക്കുക. നമുക്ക് ആ ടൈപ്പ് പ്രോബ്ലം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 റെസിസ്റ്റേഴ്സ് ഓഫ് 2 ohm and 4 ohm ആർ സ്വിച്ച്ഡ് ഇൻ പാരലൽ ടു എ 6 volt ബാറ്ററി. നമുക്ക് ചെയ്ത് നോക്കാം. എത്ര വോൾട്ട് ബാറ്ററിയാണ്? 6 volt ആണ്. ഓക്കെ, R1 എന്ന് പറയുന്നത് 2 ohm ആണ്. R2 എന്ന് പറയുന്നത് 4 ohm ആണ്. ഇവിടെ I എന്ന് പറയുന്ന കറണ്ട് പോകുന്നുണ്ട്. ഇവിടെ I1 ആണ്, ഇവിടെ I2 ആണ്. ഇത്രയും നമുക്കറിയാം. കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന കാൽക്കുലേറ്റ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കുക. ദെൻ ടോട്ടൽ കറണ്ട് എത്രയാണ്, പാർഷ്യൽ കറണ്ട് എത്രയാണ്. പാർഷ്യൽ കറണ്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ കറണ്ട് I, പാർഷ്യൽ കറണ്ട് എന്ന് പറയുമ്പോൾ I1 എത്രയാണ്, I2 എത്രയാണ്. ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ദി ടോട്ടൽ റെസിസ്റ്റൻസ്. ഒന്നാമത്തെ എന്താണെന്ന് നോക്കാം. പാരലൽ കണക്ഷൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/r ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2. നമുക്കറിയാം 1/r1ൻ്റെ വാല്യൂ എത്രയാണ്? 2 പ്ലസ് 1/4. നമുക്ക് എങ്ങനെ ചെയ്യാം? 1/r ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2. 2 ഫ്രാക്ഷനാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1/r ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. 2 + 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4. 2 + 4 എത്രയാണ്? 6. 2 ഇൻറ്റു 4 എത്രയാണ്? 8. ഇപ്പോൾ കിട്ടിയ 1/r ആണ്. ഇപ്പോൾ കിട്ടിയത് 1/r ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ദെയർഫോർ R ഈസ് ഈക്വൽ ടു 8/6. 4/3 എന്ന് വരും അല്ലേ? 4 ഡിവൈഡഡ് ബൈ 3. 4 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര വാല്യൂ വരും? 4 ഡിവൈഡഡ് ബൈ 3 1.33. ഇത്രയും ഓം എന്ന് വന്നു. നിൽക്കട്ടെ, ടോട്ടൽ റെസിസ്റ്റൻസ് ആയി. ഇനി നമുക്ക് ടോട്ടൽ കറണ്ട് നമുക്ക് കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ കറണ്ട് I ഈസ് ഈക്വൽ ടു V/R. നമ്മൾ ചെയ്തതാണ്, ശരിയല്ലേ? ദെയർഫോർ I ഈസ് ഈക്വൽ ടു V എത്രയാണ്? 6. R നമുക്ക് ഇവിടെ നിന്ന് കിട്ടി 1.33. എത്ര വന്നു? 6 ഡിവൈഡഡ് ബൈ 1.33. 4.5 ആംബിയർ. 4.5 ആംബിയർ എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് I1 എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? I1 ഈസ് ഈക്വൽ ടു V/R1. ശരിയല്ലേ? V 6 തന്നെയാണ്. R1 എത്രയായിരുന്നു? 2 ആയിരുന്നു. അപ്പോൾ എത്ര വരും? 3 ആംബിയർ എന്ന് വന്നു അല്ലേ? ഇനി നമുക്ക് I2 കണ്ടുപിടിക്കാം. I2 ഈസ് ഈക്വൽ ടു V/R2. 6 ഡിവൈഡഡ് ബൈ R2 എത്രയായിരുന്നു? 4 ആയിരുന്നു. അതായത് 3 ഡിവൈഡഡ് ബൈ 2 1.5 ആംബിയർ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പോൾ നമ്മൾ നോക്കിയേ, ആദ്യം അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. 1/r നമുക്ക് 6/8 എന്ന് കിട്ടി. R നമ്മൾ റെസിപ്രോക്കൽ എടുത്തു. സോ 8/6 ആയി. R ആണ് നമുക്ക് ആവശ്യം. ടോട്ടൽ കറണ്ട് I ഈസ് ഈക്വൽ ടു V/R. വോൾട്ടേജ് 6 എന്ന് തന്നിട്ടുണ്ട്. R നമുക്ക് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ടോട്ടൽ കിട്ടി. 1.33 ചെയ്തപ്പോൾ 4.5 ആംബിയർ ആയി. ദെൻ I1 എന്ന് പറയുമ്പോൾ V/R1 3 ആംബിയർ. I2 എന്ന് പറയുമ്പോൾ V/R2 1.5 ആംബിയർ. ശരിയല്ലേ? നമുക്ക് നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് 3 റെസിസ്റ്റൻസ് ഓഫ് 10 ohm, 15 ohm, 30 ohm ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ദെൻ കാൽക്കുലേറ്റ് ദി ടോട്ടൽ റെസിസ്റ്റൻസ്. പാരലൽ കണക്ഷനാണ്. 1, 2, ദെൻ 3.
ഓക്കെ. R1 10 ohm, R2 15 ohm, R3 30 ohm. ഒരു വോൾട്ടേജ് അക്രോസ് ആയിട്ട് കൊടുത്തേക്കാണ്. ഓക്കെ. നമുക്ക് വേണ്ടത് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ശരിയല്ലേ? 1/R1ൻ്റെ വാല്യൂ 10, 1/R2ൻ്റെ വാല്യൂ 15, 1/R3യുടെ വാല്യൂ 30. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റൂ? മൂന്ന് ഡിനോമിനേറ്റർ വാല്യൂസാണ്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ LCM എടുക്കണം. നമുക്ക് നോക്കാം. 10, 15, 30 ഇതിൻ്റെ LCM എടുത്ത് നോക്കാം. 5 കൊണ്ട് തന്നെ ചെയ്യാം. 2 15ൽ 3 ടൈംസ്, 30ൽ 6 ടൈംസ്. ദെൻ 2 കൊണ്ട് ചെയ്യാം. നമുക്ക് 2 കൊണ്ട് വേണോ? 2 കൊണ്ട് ചെയ്യാം. 1 3ൽ പോവില്ല, 3. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 1 3 3. ഓക്കെ. 5 × 2 10, 10 × 3 30. സോ LCM നമുക്ക് എത്രയെന്ന് കിട്ടി? 30 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. 1/R ഈ 1/R നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. കാര്യം അവസാനം റെസിപ്രോക്കൽ എടുക്കണം, മറന്നു പോകരുത്. 1/R ഈസ് ഈക്വൽ ടു 30 ഇതിനെ ഡിനോമിനേറ്റർ ആക്കി കൊടുത്തു. ദെൻ 1/10 × 30 പ്ലസ് 1/15 × 30 പ്ലസ് 1/30 × 30. ന്യൂമറേറ്റർ മാറ്റുന്നതാണ് കാണിക്കുന്നത്. 10ഉം 30 കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ 3, 15ഉം 30 കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ 2, 30ഉം 30 ക്യാൻസൽ ചെയ്തപ്പോൾ 1. ദെൻ 3 പ്ലസ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 30. ഓക്കെ. 1/R ആണ്. സോ 1/R ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2 5, 5 പ്ലസ് 1 6, 6/30. നമുക്ക് വേണ്ടത് R ആണ്. Therefore R ഈസ് ഈക്വൽ ടു 30/6. എത്ര വരും? 30/6 5 ohm. ഇക്വലന്റ് റെസിസ്റ്റൻസ് 5 ohm. മനസ്സിലായോ? അപ്പോൾ ഈ 1/R വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം. അവസാനം റെസിപ്രോക്കൽ മാറ്റണം. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് 1-2 തവണ കാണുക, ചെയ്ത് നോക്കുക. ഓക്കെ.